അല്ല, നിലമ്പൂർ ഇലക്ഷനിൽ അവിടെ UDF വിജയിച്ചല്ലോ. അത് ജാതിമത വർഗീയ ശക്തികളുടെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെയും ഇടതുപക്ഷ വിരുദ്ധരുടെയും ഒക്കെ തന്നെ വോട്ട് വാങ്ങി ജയിച്ചു. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ട് മുഴുവൻ അവർക്ക് ശേഖരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു കണക്ക് തന്നെ നോക്കിയാൽ പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ 65,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അവിടെ ഉണ്ടായത്, ആ മണ്ഡലത്തിലുണ്ടായത്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണല്ലോ. അപ്പോൾ ആ വോട്ടൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റ ഒരു കനത്ത പരാജയമായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ കിട്ടി, വോട്ട് കുറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് പിന്നെ UDFനാണ് അവരുടെ ശക്തി കുറഞ്ഞിട്ടുള്ളത്. അൻവറിപ്പം അതൊക്കെ നമുക്ക് ഇനി പരിശോധിച്ചാലേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അൻവർ അവിടെ കുറേ നാൾ MLA ആയിരുന്ന ആളാണല്ലോ, കുറേ ബന്ധം ഉണ്ടാവുമല്ലോ. ആരെ വോട്ടാണ് പിടിച്ചതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടത്തിയാലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ.